ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുർജ് ഖലീഫിൻ്റെ ഈവനിങ്ങിലെ വിഷ്വൽസാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. വീഡിയോ ആണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ബുർജ് ഖലീഫിൻ്റെ എല്ലാ വ്യൂ പോയിൻറ്റും ശരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം കഴിയുന്നിടത്തോളം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബുർജ് ഖലീഫ കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ വരികയാണെങ്കിൽ ഏറ്റവും സുഖം. കാരണം എന്താ വെച്ചാൽ എല്ലാ വ്യൂവും അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ടൈം ഈവനിങ്ങിന് ഉണ്ടോ. ഈവനിങ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൂട് വളരെയധികം കമ്മിയാണ്. മറ്റേ ഉച്ചൻ്റെ സമയത്തൊക്കെ ഇവിടെ ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസാണ്. അപ്പോൾ ഈ കറക്റ്റ് സ്പോട്ടിൽ ഒരു 5 മണിയാകുമ്പോൾ എത്താൻ നോക്കുക. 5 മണിയാവും 4:30 ആകുമ്പോൾ എത്താൻ നോക്കുക. അപ്പോൾ വെയിലും ഉണ്ടാവില്ല, എല്ലാം അടിപൊളിയായിട്ട് കാണാനും സാധിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഫോണിൽ അത്യാവശ്യം മെമ്മറിയൊക്കെ വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്പോട്ടുകൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം ഫോണിൽ മെമ്മറി കാർഡ് സ്പേസ് ഉണ്ടാക്കിയിട്ട് വരിക. ഇവിടുത്തെ ഓരോ സ്പോട്ടും കാണുമ്പോൾ നമുക്ക് പക്ഷേ ഇൻ്റർനാഷണലായി തോന്നും. കാരണം അത്രയും മനോഹരമായി അടിപൊളിയായിട്ടാണ് ഇവർ ഉണ്ടാക്കിയത്. അതുപോലെ വീഡിയോ ഷൂട്ട്, അതേപോലെ റീൽസ്, അതിനൊക്കെ പറ്റിയ സ്പോട്ടുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഷൂട്ടിങ്ങോ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ വന്നോളി, നേരെ ബുർജ് ഖലീഫിൻ്റെ മുന്നിൽ വന്നാൽ മതി. ഒരുപാട് നല്ല അടിപൊളി സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ ദുബായ് മാൾ കൂടി വന്നുകാണ്ട് ഇറങ്ങിയാണ്ട് ഇപ്പോൾ നമ്മൾ അതിലെങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ നിങ്ങൾ അവിടെയുള്ള പരിസരം മൊത്തം നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല ഹൈ ലെവൽ സ്പോട്ടുകളാണ് എല്ലാം. അപ്പോൾ ഇതിൽ കാണുന്ന വിഷ്വൽസൊക്കെ ഈ ബുർജ് ഖലീഫിൻ്റെ മുന്നിലായാണ്ട് വരുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ വാട്ടർ ഡാൻസ് ഇപ്പോൾ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എത്തിക്കണേ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. വാട്ടർ ഡാൻസാണ് ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ബുർജ് ഖലീഫിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ നീല തടാകം എന്ന് പറയുന്നത് തടാകമൊന്നുമല്ല, അതൊരു പൂളാണ്. അത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമായി കണ്ട് ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ അടുത്ത് മൊത്തത്തിൽ വരും. അത്രയും സെറ്റപ്പ് ആയിക്കാണ്ട് ഉണ്ടാക്കിയൊരു പൂളാണ്. അപ്പോൾ അതിൽ ആണ് നമ്മളെ വാട്ടർ ഡാൻസും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബോട്ടിങ് സർവീസൊക്കെ അവരിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബുർജ് ഖലീഫൊക്കെ കണ്ടുകാണ്ട് ഇപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു മാളിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഷോപ്പുകൾ, ഡ്രസ്സിൻ്റെ ഷോപ്പുകളും കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പുകളും അതേമാതിരിക്ക് ഫാൻസി സാധനങ്ങളും അതുപോലെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉള്ളൊരു മാളിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ദുബായ് മാളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നുകാണ്ട് ബുർജ് ഖലീഫ നോക്കുമ്പോൾ നേരെ നോക്കണം, നമ്മൾ നേരെ മേലേക്ക് നോക്കണം സ്ട്രൈറ്റ് ആയിട്ട്. പക്ഷേ ഇതിൻ്റെ ഈ മാളിൻ്റെ ഉള്ളിൽ കൂടി വന്നുകാണ്ട് നോക്കുമ്പോൾ നമുക്ക് ശരിക്ക് ഒരു എൻട്രി പോലെ നമുക്ക് കാണാൻ സാധിക്കും ബുർജ് ഖലീഫിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു വെറൈറ്റി ആയി തോന്നിയത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഷോപ്പുകളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിലുള്ള മാലകൾ, അതുപോലെ ഡ്രസ്സുകൾ. ഇതിൻ്റെ നേരെ മുന്നിൽ ഇപ്പോൾ കാണുന്ന ഒരു ചെറിയ ഷോപ്പിൽ ഇപ്പോൾ ഡ്രസ്സുകളെ കാണുന്നു. ഇതൊക്കെ പറഞ്ഞാൽ ഓരോ വ്യത്യസ്തമായ കൺട്രീസിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. തുർക്കി മോഡലുണ്ട്, അതേപോലെ ഇന്ത്യൻസിൻ്റെ ഉണ്ട്. ഒരുപാട് ഷോപ്പുകൾ അതിൻ്റെ ഉള്ളിൽ ഇതേമാതിരിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അത്തർ കടകൾ, നല്ല അടിപൊളി അത്തർ കടകളൊക്കെ ഉണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ബുർജ് ഖലീഫ ശരിക്കും ഒരു എൻട്രി പോലെ. ദുബായിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവിധ രാജ്യക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവിധം പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വിസിറ്റിങ്ങിനും ജോബിനും. അപ്പോൾ അത്രയും ഫെസിലിറ്റി ഉണ്ട് ദുബായിൽ ഓരോ കാര്യങ്ങൾക്കും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലായിപ്പോൾ 2 ഡോറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോറ് തുറന്നുകാണ്ട് ഇപ്പോൾ നമ്മൾ നേരെ കാണാൻ പോണ് ബുർജ് ഖലീഫയാണ്. ഇപ്പോൾ നേരെ ഫ്രണ്ടിലായിക്കാണ്ട് ഇപ്പോൾ കാണുന്ന ആ ബിൽഡിങ്ങാണ് ബുർജ് ഖലീഫ. അപ്പോൾ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. ദുബായ് മാളിൻ്റെ അതിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ അടിയിലായിക്കണ്ട നമുക്ക് തോന്നുക. കാരണം എന്താ വെച്ചാൽ ദുബായ് മാളും ബുർജ് ഖലീഫയും അത്രയും അടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് എല്ലാം ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും.